ിലേക്ക് പോവുകയാണ്. അദ്ദേഹം അമേരിക്കയിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ സജിമോൻ ആന്റണി, ഈ 18,000-ന്റെ ഒരു കണക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 7.25 ലക്ഷം ഇന്ത്യക്കാർ, ഇങ്ങനെ വേണമെങ്കിൽ അവരെ അവിടെ നിന്ന് തിരിച്ചയക്കാം എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില പഠനങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ്? 104 ഇന്ത്യക്കാരെയാണ് തിരിച്ചയച്ച് അവർ അമൃത്സറിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിൽ കൂടുതൽ ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നുണ്ടോ? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം? ഇന്നെന്തായാലും വിദേശമന്ത്രി അതിനെക്കുറിച്ച് വിശദമായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. മഞ്ജുഷ, തീർച്ചയായിട്ടും എന്റെ സഹപാനലിസ്റ്റ് പറഞ്ഞ ചില പോയിന്റുകളോട് യോജിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ വന്ന പ്ലെയിനിനകത്ത്, മിലിറ്ററി പ്ലെയിനിനകത്ത് 104 ആണ്, അത് കറക്റ്റ് ആണ്. അതോടൊപ്പം ഇവിടെ നിന്നുള്ള റിപ്പോർട്ട് 18,000 പേരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1,70,000 മറ്റ് ആൾക്കാരെയും കൂടെ ഇന്ത്യൻ ഇല്ലീഗൽ ഇമിഗ്രൻസിനെയും കൂടെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ റിസർച്ച് പ്രകാരം 7 ലക്ഷത്തിന് മുകളിൽ അധികം ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇന്ത്യയിൽ നിന്നുണ്ട്. പ്രത്യേകിച്ചും പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലാണ് കൂടുതലും ഉള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോഴത്തെ 104-നകത്ത് ഭാഗ്യവശാലും മലയാളികൾ ആരും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ചോദിച്ചാൽ, എനിക്കിപ്പോ ഇവിടെ നിന്ന് പറയുമ്പോൾ ഇവരോട് സിമ്പതി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് സിമ്പതി ഉണ്ട്, ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ. എന്നാൽ ശ്രീജിത്ത് പറഞ്ഞ പോണക്ക് തന്നെ അവർ എങ്ങനെയാണ് ഇവിടെ വന്നത്? നാട്ടിൽ തൊഴിലായിട്ട് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞത് 50 ലക്ഷത്തിനും 1 കോടിക്കും രൂപയൊക്കെ അധികം ദലാൾമാർക്ക് മുടക്കി അവര് 3-4 മാസം 5-6 കൺട്രികൾ നടന്നും നീന്തിയും ഒക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്ന് എന്നുള്ളതിലും എനിക്ക് സിമ്പതിയുണ്ട്. എന്നാൽ അവർ വന്ന രീതി കറക്റ്റ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം നേരിടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്തേത്, ഇത് അമേരിക്കയിൽ ഒരു പുതിയ സംഭവമല്ല. ഇവിടെ വർഷങ്ങളായിട്ട് പല രാജ്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ഇവിടുത്തെ സദേൺ അമേരിക്കൻ കൺട്രികളിൽ നിന്നൊക്കെ വളരെയധികം കുടിയേറ്റം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് ഒരു അൺലിമിറ്റഡ് ആയിട്ട് പോയി, ഇവിടുത്തെ റിസോഴ്സുകൾ മുഴുവൻ അൺലിമിറ്റഡ് ആയിട്ട് വേസ്റ്റ് ആകുന്നു എന്നുള്ള ഒരു തോന്നുന്നു. ആ ഒരു മാൻഡേറ്റ് ആണ് ട്രംപിന് കിട്ടിയത് കഴിഞ്ഞ ഇലക്ഷന്. ആ ഒരു മാൻഡേറ്റ് അദ്ദേഹം ഉപയോഗിക്കുന്നു എന്ന് കരുതി ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേഷൻസ് ഒന്നും ഈ ഒരു മാൻഡേറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചു വിട്ടില്ല എന്നല്ല പറഞ്ഞത്. ഇതൊരു പ്രോസസ് എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. അല്ല, അതിൽ എന്ത് മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചത്? ഇപ്പോൾ ട്രംപ് അല്ല, ഇത് ഒരു വിശാലമായ രീതിയിൽ, അതായത് തുടരെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുകയും അവരെ അതാത് രാജ്യങ്ങളിലേക്ക് അയക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണല്ലോ കൊളംബിയയുമായിട്ടൊക്കെ ഇങ്ങനെ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് മാത്രമാണോ ഇന്ത്യയിലേക്ക് ആളുകളെ തിരിച്ചയച്ചപ്പോൾ അത് ഇത്രമാത്രം വിവാദമായി മാറിയത്? പിന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സൈനിക വിമാനത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ചാർട്ടേഡ് വിമാനത്തിൽ കൊണ്ടുവന്നില്ല എന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നത് കേട്ടു. എന്തെങ്കിലും വ്യത്യാസം ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ അങ്ങനെയാണെങ്കിൽ? തികച്ചും ന്യായമായ 2 കാര്യമാണ്. എന്തുകൊണ്ട് സൈനിക വിമാനം ഉപയോഗിച്ചു, രണ്ടാമത്തത് ഷാക്കിൾസ് എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്നുള്ളത്. ഇപ്പൊ 2009-ലും 2014-ലും ഒക്കെ ഇതേ സിമിലർ സിറ്റുവേഷൻ വന്നപ്പം അന്നത്തെ അമേരിക്കൻ ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും വേറൊരു തലത്തിലായിരുന്നു അതിനെ ഡീൽ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ഒരു എന്താ പറയുന്നത്, ഒരു പ്രതിഫലനമായിരുന്നു അന്ന് സൈനിക വിമാനം ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ഷാക്കിൾസ് ഇല്ലാതെ വന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ ഇന്ന് ട്രംപ് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, അത് ഇന്ത്യ ആണെങ്കിലും സദേൺ അമേരിക്ക ആണെങ്കിലും നൈബറിംഗ് കൺട്രി ഡിയർ ഫ്രണ്ട് കാനഡ ആണെങ്കിൽ പോലും വളരെ ഒരു ശക്തമായ നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു ശക്തമായ നിലപാട് എടുത്തെങ്കിൽ മാത്രമേ ഇവിടുത്തെ അനധികൃത കുടിയേറ്റത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, 2005-ലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ അമേരിക്കയിൽ വരുന്നത്. ആ സമയത്തൊക്കെ മീഡിയ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, മീഡിയ വാച്ച് ചെയ്യുമ്പം പലപ്പോഴും ഇങ്ങനെയുള്ള അനധികൃത കുടിയേറ്റക്കാരെ വളരെ എന്താ പറയുക, രാജകീയമായ ഒരു വിട്ടയക്കലായിരുന്നു ആ സമയത്തൊക്കെ കൊടുത്തിരുന്നത്. കാരണം ചാർട്ടേഡ് ഫ്ലൈറ്റിലും അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തു കൊടുത്ത് നല്ലൊരു രീതിയിലായിരുന്നു അവർ ചെയ്തിരുന്നത് ആ സമയങ്ങളിൽ. അതിന്റെ പ്രതിഫലനമായിരിക്കാം അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കുടിയേറ്റം ഇങ്ങോട്ട് വരികയും ഇവിടുത്തെ കൺട്രി, ഈ ഒരു രാജ്യത്തെ വളരെയധികം പ്രതികൂലമായിട്ട് ബാധിക്കുകയും ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയും ഒരു പരിധിവരെ ബാധിക്കുകയും ചെയ്തതിന്റെ പ്രതിഫലനമായിട്ടാണ് ഇപ്പോഴത്തെ ഒരു സ്ട്രോങ്. പിന്നെ ഇന്നൊരു എം പി രാജ്യസഭയിൽ പറയുന്നത് ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട് വന്നവരിൽ തന്നെ അമേരിക്കയിൽ സമ്പത്തുള്ളവർ ഉണ്ട്. അവരുടെ സമ്പത്ത് എങ്ങനെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഒരു ചോദ്യം മന്ത്രിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു രാജ്യസഭയിൽ. അങ്ങനെയുള്ള സാഹചര്യം പോലും അവിടെയുണ്ടോ? ഈ അനധികൃത കുടിയേറ്റക്കാർ എന്ന ഗണത്തിൽപ്പെടുത്തി അവരെ കണ്ടെത്തുന്നതിനുള്ള കൃത്യമായ മാനദണ്ഡം പാലിക്കുന്നുണ്ടോ? അവിടെ ഇങ്ങനെ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിനെതിരെ വലിയ പ്രക്ഷോഭമൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതിനൊരു കാരണമായിട്ട് വരുന്നത് ഇങ്ങനെ ഇവരെ കണ്ടെത്തി തിരിച്ച് രാജ്യങ്ങളിലേക്ക് അയക്കുന്നതിൽ തെറ്റായ രീതികൾ കടന്നു വരുന്നത് കൊണ്ടാണോ? അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടോ?
തീർച്ചയായിട്ടും ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഈ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെന്റ് ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രതിഫലനമാണ് ഒന്ന്. രണ്ടാമത്തേത്, ലോക രാജ്യങ്ങൾക്ക് ഒന്നടങ്കം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ ലീഗൽ മാർഗമായിട്ടല്ലാണ്ട് ഇല്ലീഗലായിട്ട് വേറൊരു രീതിയിലും വേറെ ഒരു രാജ്യത്തു നിന്ന് ഇങ്ങോട്ട് വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ അവർക്കൊരു രാജകീയമായ വെൽക്കമോ സെൻഡ് ഓഫോ ആയിരിക്കില്ല കിട്ടുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് അത് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. മൂന്നാമതായിട്ട്, മുമ്പേ ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാർക്ക് സ്വത്ത് സമ്പാദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഗൽ വേയിൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. ലീഗൽ വേയിൽ അവർക്ക് ഇവിടെ സ്ഥലം വാങ്ങിക്കാനോ അല്ലെങ്കിൽ ബിസിനസ് റൺ ചെയ്യാനോ പറ്റത്തില്ല. എന്നാൽ എല്ലാ രാജ്യത്തും അല്ലെ എല്ലാ മാർക്കറ്റും ബ്ലാക്ക് മാർക്കറ്റ് ഉണ്ട്. ആ ബ്ലാക്ക് മാർക്കറ്റിന്റെ രീതിയിൽ അവർക്ക് ചിലപ്പം കാർ കണ്ടേക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ കണ്ടേക്കാം. അതൊന്നും ലീഗൽ ആയിരിക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇവിടെ എന്തുകൊണ്ട് ഇപ്പൊ ഇത്രയും വളരെ സ്ട്രോങ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മൃദുലമായ നയങ്ങൾ, അത് ഇതിനു മുമ്പത്തെ നയങ്ങൾ ആരാധനാലയങ്ങളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ പബ്ലിക് പാർക്കുകളിൽ അങ്ങനെയുള്ള പബ്ലിക് പ്ലേസിൽ പോയിട്ട് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൈവിലങ്ങ് വെക്കാനോ അവരെ ചോദ്യം ചെയ്യാനോ പാടില്ല എന്നുള്ളൊരു സമീപനമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടുത്തെ കാര്യങ്ങൾ ഒന്നുകൂടെ സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അതും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എടുത്തു കളഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഏതൊരു ദേവാലയത്തിലേക്കോ സിനഗോഗിലേക്കോ അമ്പലത്തിലേക്കോ അല്ലെങ്കിൽ സ്കൂളുകളിലേക്കോ ഈവൻ ഹോസ്പിറ്റലുകളിലേക്ക് പോലും ഐസിനോ അല്ലെങ്കിൽ പോലീസിനെ കയറി ചെന്ന് നമ്മുടെ ID ചോദിക്കുവാനും അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു അധികാരം ഗവൺമെന്റ് ഐസിന് കൊടുത്തു. അപ്പൊ അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശ്രീ സജിമോൻ ആന്റണി, ഈ പറയുന്ന താങ്കൾ പറഞ്ഞ കണക്ക് എന്ന് പറഞ്ഞാൽ 1,00,000 മേലെ ആളുകളില്ലേ ഇന്ത്യക്കാർ, അവരേത് സമയത്തും തിരിച്ചയക്കപ്പെടാം എന്നുള്ള ഒരു ഭീഷണിയിലാണ് നിൽക്കുന്നത് അല്ലേ? അവരെ കണ്ടെത്തിയവരുടെ കണക്കാണോ ഇത്? എന്നാൽ ഇന്ത്യയുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും? ഇന്ത്യ ഗവൺമെന്റ് ഇപ്പൊ അവിടുന്ന് ഒരു ചാർട്ടേഡ് വിമാനം ഇങ്ങോട്ട് അയക്കുവാണെങ്കിൽ അമേരിക്കൻ ഗവൺമെന്റ് ഒരിക്കലും പറയത്തില്ല ഇല്ല ഞങ്ങൾ അതിനെ റെഫ്യൂസ് ചെയ്യാണ്, ഞങ്ങളുടെ മിലിറ്ററി വിമാനത്തിൽ നിങ്ങൾക്ക് തന്നുവിടൂ എന്ന് പറയത്തില്ല. മേ ബി ഇന്ത്യ ഗവൺമെന്റ് അവരുടെ ഒരു പോസ്റ്റർ ഒന്നും കൂടെ മൃതപ്പെടുത്തിയിട്ട് അവർ ഇങ്ങോട്ടൊരു ചാർട്ടേഡ് വിമാനം അയക്കുവാണെങ്കിൽ മേ ബി ഇപ്പൊ വന്ന ഈ കൈവലിങ്ങിന്റെ കാര്യങ്ങളും ഇപ്പൊ വന്ന മിലിറ്ററി എയർക്രാഫ്റ്റ് ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ മേ ബി ഒഴിവാക്കാമായിരുന്നു. എന്നാൽ ഇന്ത്യ ഗവൺമെന്റിന്റെ സമീപനം അങ്ങനെയല്ല. അവർക്കും മനസ്സിലാവുന്നുണ്ട്, കാരണം നമ്മളൊരു ഇവരൊരു ഇല്ലീഗൽ ആയിട്ടുള്ള ആൾക്കാരെ ഡീൽ ചെയ്യുമ്പോൾ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു വരുമ്പം അവർക്കും ഒരു അഭിമാന പ്രശ്നമുണ്ട്. കാരണം ഒരു ചമ്മലോട് കൂടി ആയിരിക്കും അവർ ഇങ്ങോട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് അവരും കണ്ണടച്ച് നിൽക്കുകയാണ്. അത് വരുന്നത് അങ്ങ് പൊക്കോട്ടെ ആ ഒരു രീതിയിലാണ്. ഏതായാലും ഈ ഒരു സമീപനം മയപ്പെടുത്തുക അല്ലെങ്കിൽ മറ്റു പല ചർച്ചകൾക്കും വേണ്ടി ആയിരിക്കാം ജയശങ്കർ നമ്മുടെ വിദേശകാര്യ മന്ത്രി അടുത്ത മാസം വരുന്നുണ്ടെന്നുള്ള റിപ്പോർട്ട്, ഈ മാസം തന്നെ വരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ്. അതിനു മുമ്പ് തന്നെ ഈ ഒരു കാര്യം നടന്നത്. ഇപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളൊരു സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടുമ്പോൾ ഞങ്ങളുടെയൊക്കെ ചിന്ത പോയിരുന്നത് മേ ബി മിനിസ്റ്റർ വരുവോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുകയില്ലായിരിക്കും. ആദ്യം അവർ അഡ്രസ് ചെയ്യാൻ പോകുന്നത് അമേരിക്ക അഡ്രസ് ചെയ്യാൻ പോകുന്നത് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്, അതായത് മെക്സിക്കോ, ഗോട്ടിമാല അല്ലെങ്കിൽ കാനഡയായിട്ടുള്ള ഫൈറ്റ്, പേഴ്സണൽ ഫൈറ്റ് ആണ് അത് ഒരു പരിധി വരെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും ആദ്യം ഡീൽ ചെയ്യുന്നത്. ഇന്ത്യയുടെ കാര്യം അല്പം കൂടെ ഡിലഡോളിയായിട്ട് വെക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. എന്നാൽ ഇപ്പൊ നമുക്ക് മനസ്സിലായി ഇന്ത്യ ആണെങ്കിലും കാനഡ ആണെങ്കിലും മെക്സിക്കോ ആണെങ്കിലും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതിനെ ഒരു സെയിം സ്റ്റൈലിലായിരിക്കും പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡീൽ ചെയ്യുക എന്നുള്ള കാര്യത്തിന് ഇപ്പം നമുക്ക് ഏറെക്കുറെ ഉറപ്പായി. അതുകൊണ്ട് തന്നെ മഞ്ജുഷ് പറഞ്ഞു പോണക്ക് തന്നെ ഏകദേശം 1,70,000 ആൾക്കാർ കൂടി അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കാരെ. അവരുടെ കാര്യവും ഇതേ ലൈനിൽ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഐ ഫീൽ ബാഡ് ഫോർ ദം, ബട്ട് അതാണ് ഇപ്പോഴത്തെ ഒരു ഫാക്ട്. ശരി.